ദിവ്യ. അല്ല, ഇതിലിപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് മാത്രമായിരിക്കും ഇത് സംസ്ഥാന സർക്കാർ അറിയാതെ, മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ചീഫ് സെക്രട്ടറി എന്തായാലും അങ്ങനെ ഒരു ഉത്തരവിറക്കില്ലല്ലോ. തീർച്ചയായും അങ്ങനെ സർക്കാർ തലത്തിൽ ഏത് തരത്തിലുള്ള കൂടിയാലോചന നടത്തിയാണ് ചീഫ് സെക്രട്ടറി ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഒരു നിർദ്ദേശമായിട്ടാണ് നിലവിൽ ഈ കത്ത് ചീഫ് സെക്രട്ടറി കൈമാറിയിരിക്കുന്നത്. തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് ഉൾപ്പെടെയാണ് കൈമാറിയിരിക്കുന്നത്. അതൊരു സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ പ്രോട്ടോകോൾ എന്നുള്ള തരത്തിൽ ഉള്ള നിർദ്ദേശമാണ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ വീടുകളിലും സ്കൂളുകളിലും കുട്ടികളുടെ വീടുകളിലും ഉൾപ്പെടെ പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ആ പതാകയുടെ അളവ് എത്ര വേണം എന്നുള്ള നിർദ്ദേശമുണ്ട്. അത് നിർമ്മിക്കാൻ കുടുംബശ്രീ യൂണിറ്റുകളെയും ഒപ്പം തന്നെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള സംരംഭങ്ങളെയും ഒക്കെ ചുമതലപ്പെടുത്താനുള്ള അധികാരം നൽകുന്ന നിർദ്ദേശങ്ങൾ, അത്തരം നിർദ്ദേശങ്ങളെല്ലാം അടങ്ങിയ ആ സർക്കുലർ പോലെ ഒരു നിർദ്ദേശത്തിലാണ്, കത്തിലാണ് നിലവിൽ ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരമുള്ള ഈ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി നിലവിൽ നൽകിയിരിക്കുന്നത്. സർക്കാർ അറിഞ്ഞാണോ എന്നറിയില്ല. എല്ലാ ഫയലുകളും ഒരുപക്ഷെ സർക്കാരിന്റെ അടുത്തേക്ക് എത്തേണ്ടതില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നൊരു നിർദ്ദേശം അത് ചീഫ് സെക്രട്ടറിക്കാണ് നേരിട്ട് വരിക. ചീഫ് സെക്രട്ടറി അതിൽ താഴേക്ക് ഒരു നിർദ്ദേശമായി ഒരു കത്തായി നൽകിയിരിക്കുകയാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. അതിൽ സർക്കാർ ഇനി ഏതെങ്കിലും ബദൽ തിരുത്തൽ വരുത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അത് പിന്നീട് വിവാദമായ ഘട്ടത്തിൽ ഇനി അതിൽ ഇടപെടുമോ, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പൂർണ്ണമായും ഇതിൽ എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ സർക്കാരിന്? കാരണം ഇതിനോടകം പല കാര്യങ്ങളിലും RSS അജണ്ടയ്ക്ക് കീഴടങ്ങുന്നു, കേന്ദ്രത്തിന് മുന്നിൽ കീഴടങ്ങുന്നു എന്ന വിമർശനം ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട്, PM ശ്രീയിൽ ഉൾപ്പെടെ. ഉറപ്പായും ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ പ്രതിപക്ഷം ഇത് വലിയ രീതിയിൽ ആയുധമാക്കില്ലേ സർക്കാരിനെതിരെ? സ്വാഭാവികമായും പ്രതിപക്ഷം എന്തായാലും എതിർപ്പുയർത്താനുള്ള സാധ്യത തന്നെയാണ്. കാരണം അതിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള തീരുമാനം കൈക്കൊള്ളും. കാരണം ഈ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി സംസ്ഥാനത്തെ UDF സർക്കാർ പോകുന്നു എന്നുള്ള വലിയ വിമർശനമാണ് പ്രതിപക്ഷം നിലവിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിന്റെ PM ശ്രീയുടെ ഭാഗമായി PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ ഉള്ള നീക്കത്തിന് എതിരായുള്ള വലിയ വിമർശനം നിലവിൽ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘപരിവാരുമായി ചേർന്ന് സംഘപരിവാർ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നു. അതാണ് കേന്ദ്രം പറയുന്നതെല്ലാം അതേപടി നടപ്പിലാക്കാനുള്ള ഒരു നീക്കം അത് UDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ കക്ഷി നേതാക്കളും ഒക്കെ ഉയർത്തുന്നത്. അതിനിടയിലാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു അജണ്ടയുടെ ഭാഗമായി തന്നെ കൊണ്ടുവന്ന ഈ വന്ദേ മാതരം അത് പൂർണ്ണമായും ആലപിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ സംസ്ഥാന സർക്കാർ സ്വാഭാവികമായും പ്രതിരോധത്തിലാകും, പ്രതിസന്ധിയിലാകും എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം സർക്കാരിന്റെ ഒരു ഉത്തരവ്, കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാണ്. അത് നിയമപരമായി ഇങ്ങനെ ദേശീയഗാനം ആയി വന്ദേ മാതരം ആലപിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. അങ്ങനെ ഒരു തീരുമാനം അത് നടപ്പിലാക്കേണ്ടത് എങ്ങനെ എന്ന കാര്യത്തിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെയാണ് സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്.